തിരുവനന്തപുരം തിരുമല സ്വദേശിനിയാണ് വാസന്തി. ഇല്ലായ്മകളുടെ ബാല്യകാലവും കഷ്ടതകൾ നിറഞ്ഞ ഓർമ്മകളും ഓർത്തെടുക്കുമ്പോഴും ദൈവം നൽകിയ വഴികളെ ഓർത്ത് യേശുവിനെ ഉയർത്തുകയാണ് ഈ സഹോദരി. തീവ്ര രോഗാവസ്ഥയിൽ മനസ്സ് തകർന്ന് ആകുലപ്പെട്ടപ്പോൾ ബന്ധു നൽകിയ ബൈബിൾ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കി നൽകി. തിരുവചനത്തിൻ്റെ മാധുര്യമൊഴികൾ വിശ്വാസത്തോടെ ഏറ്റെടുത്ത ഈ സഹോദരി അനേകരോട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ ഘോഷിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഞാൻ വിധവയായി മാറി. എൻ്റെ മോന് പ്രസവിച്ചു. 6 മാസമായപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും കഴിഞ്ഞു. മാതാപിതാക്കളുണ്ടായിരുന്നു. എൻ്റെ അച്ഛന് ചെറിയൊരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ എൻ്റെ മോനൊക്കെ വളർന്നപ്പോൾ അവൻ നാട് വിട്ടൊക്കെ പോയി ഒത്തിരി പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നു വരാനിടയായി. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് എല്ലാ ദൈവവും ഒന്നെന്നുള്ളൊരു വിശ്വാസത്തിൽ ജീവിച്ചു. യേശു കർത്താവിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഹൈന്ദവ ആചാരത്തിൽ അമ്പലങ്ങളിലൊക്കെ ഭജന പാടിയും പിന്നെ രാമായണം വായിച്ചും ഭഗവത്ഗീത വായിച്ചും ഇങ്ങനെയൊക്കെ നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ക്ഷേത്രങ്ങളിൽ ഭജന പാടാൻ സ്വാമിമാരുടെ കൂടെയൊക്കെ പോകുമായിരുന്നു, ഗ്രൂപ്പായിട്ട് പോകുമായിരുന്നു. അങ്ങനെ അതിൽ കിട്ടുന്നൊരു സന്തോഷം ഏറ്റവും വലിയ സന്തോഷമാണ്. അങ്ങനെ ഇറച്ചിയോ മാംസമോ മീനോ അങ്ങനെയൊന്നും കഴിക്കാത്ത കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള ദിവസങ്ങൾ ഞാൻ സ്വാമിമാരുടെ ആശ്രമങ്ങളിൽ കടന്നു പോവുകയും അവരുടെ എല്ലാ കാലുകളെല്ലാം കഴുകി കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മോശം കിട്ടും എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചതായ ഒരു മാർഗം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എൻ്റെ മോനൊക്കെ വളർന്നു. ഒരു 13 വയസ്സുള്ളപ്പോൾ ഈ കുഞ്ഞ് നാട് വിട്ടൊക്കെ പോയി, എവിടെയാണെന്ന് അറിയാതിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു നമ്മളെ മെഡിക്കൽ കോളേജിൽ ഒരു കുഞ്ഞ് മരിച്ചു മോച്ചറിൽ വെച്ചിരിക്കുന്നു എന്ന് പറയാനുണ്ട്. എൻ്റെ ബന്ധുക്കളെല്ലാവരും അവിടെ കടന്നുപോയി. അപ്പോൾ എനിക്ക് ചെറിയ കുഞ്ഞും ബൈബിളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മരിച്ചു. എൻ്റെ വീട് മുഴുക്കിയ ആളായിരുന്നു. ആ മരിച്ചു പോയി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിശ്വാസം എന്ന് ഞാൻ ഹൈന്ദവ ഇതായിരുന്നു. എനിക്കൊരു വിശ്വാസം ഇല്ല, ഒരിക്കലും എൻ്റെ മോൻ മരിക്കില്ല. യേശു മരിച്ചവരെയൊക്കെ ഉയർപ്പിച്ചതായിട്ട് ബൈബിളിലുണ്ടല്ലോ. നയൻപട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ആ സ്ത്രീയെ നോക്കി, സ്ത്രീയെ നീ കരയണ്ടെന്ന് പറഞ്ഞു മരിച്ച മകൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേൾവിയേ ഉള്ളൂ. അത് വെച്ച് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി ധ്യാനിക്കുമായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർമാർ മോച്ചറിൽ പോയി നോക്കിയിട്ട് പറഞ്ഞു, വന്ന് നോക്കണോ അപ്പച്ച എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കയ്യിലിങ്ങനെ എന്തോ കെട്ടിയതായൊരു പയ്യനത്, തമിഴ് പയ്യനാണ്, എൻ്റെ മോനല്ല. അങ്ങനെ എനിക്ക് അതിലൊരു വിശ്വാസമൊക്കെ വർദ്ധിച്ചു വരുന്ന ആ കാലഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞ് എൻ്റെ മോൻ നാട് വിട്ട് വന്നു, എന്നോടൊപ്പം ഉണ്ടായി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഞാനങ്ങനെ ഒരു ക്ഷേത്രത്തിലൊക്കെ ഭജന പാടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊണ്ട ശബ്ദം ഒന്ന് അടഞ്ഞു. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഭജന ഒരു ഹിന്ദി പാട്ടായിരുന്നു. ആ പാട്ട് ഞാൻ നന്നായിട്ട് പാടും. വലിയ കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന പാട്ടുകാരുടെ കൂടെയായിരുന്നു ഞാൻ പാടി. എന്നെക്കാട്ടി സൗന്ദര്യവും വിദ്യാഭ്യാസവും പണമൊക്കെ ഉള്ള കുടുംബമായിരുന്നു. പക്ഷേ അവർക്ക് എന്നെ ഈ ഹിന്ദി പാട്ട് ഞാൻ പാടിയാലേ കൊള്ളാമെന്ന് ഞാൻ ഒറ്റയ്ക്ക് എന്നെ പാടിപ്പിക്കും. എന്നെ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ ഞാൻ ഒത്തിരി ഇതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആ പാട്ട് ഞാൻ നന്നായിട്ട് പാടുന്നു അവർ തന്നെ പറയാനിടയായിട്ട്. ഹിന്ദി പാട്ടാണ്. അതൊരു ശിവൻ്റെയും പാർവതിയുടെ പാട്ടായിരുന്നു. പക്ഷേ പാട്ട് പാടി ഒരു 2 വരിയായപ്പോൾ എൻ്റെ ശബ്ദം കുറഞ്ഞു, സ്വരം നഷ്ടപ്പെട്ടു. പെട്ടെന്ന് മയക്ക് എടുത്ത് അടുത്തിരുന്ന ഒരു സഹോദരി പിടിച്ചു വാങ്ങി മയക്കെടുത്ത് പാടി. അപ്പോൾ എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ പാട്ട് പോയപ്പോൾ ഞാൻ വല്ലാതൊക്കെ ശരീരം വേർത്തു. എനിക്ക് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണം, പോയി എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്നൊക്കെ തോന്നിയത്. പക്ഷേ എന്തോ ഒരു ശക്തി എന്നെ ഇങ്ങനെ പിടിച്ചമർത്തുന്നാലും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആരോടും ഒന്നും പറയാതെ വെള്ളമൊന്നും കുടിക്കാതെ വീട്ടിൽ വന്ന് കമന്ന് കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ സാരമില്ല, നിന്നെ വരും കാലത്ത് ദൈവം ഒരു പാട്ടുകാരിയാക്കി മാറ്റും എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മ യേശുവിൻ്റെ രക്തം ചെയ്യാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആരോ എന്നോട് പറയണം, കണ്ണാടി എടുത്ത് വാ തുറന്ന് നോക്ക് എന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ ഒരു കണ്ണാടി എടുത്ത് നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ വായിൽ ചെറിയ ആപ്പിളിൻ്റെ അത്രയുള്ള 2 മുഴ വളർന്നിരിക്കുന്നു. ഞാൻ പേടിച്ച് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ 2 മുഴ. പെട്ടെന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ ഡോക്ടർ പറഞ്ഞു, വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയില്ലെങ്കിൽ ആളിനെ ജീവനോടെ കിട്ടത്തില്ല. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പിറ്റേ ദിവസം കൊണ്ടുപോയി. കയ്യിൽ ഒരു കാശൊന്നും, 1 രൂപ പോലും ഇല്ലാത്തൊരു സാഹചര്യം, എല്ലാം വാതിലുകൾ അടഞ്ഞ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു സമയമായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന് അവർ തന്നെ കാശൊക്കെ ചിലാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ കയറ്റി. ഡോക്ടർമാർ സംസാരിച്ചു, ഈ വാസന്തി മരിച്ചു പോകുന്നു ഇംഗ്ലീഷിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ കൊല്ലല്ലേ, എനിക്കൊരു മോനുണ്ട്, എനിക്ക് ജീവിക്കണം ഈ ഭൂമിയിലെന്ന്. അപ്പോൾ പറഞ്ഞു എന്നെ പിന്നെ പെട്ടെന്ന് മയക്കി അവർ പിന്നെ എൻ്റെ ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞ് രാത്രി 12 മണിയായപ്പോൾ എൻ്റെ വായിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് 1-നും 2-നും ഒക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരീരം മുഴുക്കെ ഇങ്ങനെ സ്വിച്ച് വച്ചിരിക്കുകയാണ്. അങ്ങനെ
കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് വന്നു. പിന്നെ എനിക്ക് ആരെയൊക്കെ ബന്ധുക്കളെയൊക്കെ കാണണമെന്ന് തോന്നി. പക്ഷേ ഞാൻ മരിച്ചു എന്നുള്ള സ്ഥാനത്ത് അന്ന് അനേകം മക്കളുടെ വിഭവത്തിൽ കേട്ട എല്ലാ അച്ഛന്മാരും കന്യാസ്ത്രീമാരും വരെ എനിക്ക് വേണ്ടി ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, ജീവന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകം മക്കളുടെ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നത്തെ ആയുസ്സോടെ ഈ ഭൂമിയിരിക്കുന്നത്. അത് പലപ്പോഴും നമ്മൾ മറന്നു പോണ്. അങ്ങനെ വീട്ടിൽ വന്ന് അത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ഓപ്പറേഷൻ കഴിഞ്ഞു വീട്ടിൽ വന്നിട്ട് 2 മാസത്തോളമായി എൻ്റെ മുടിയൊക്കെ വെട്ടിയാണ് എടുത്ത് അവർ ബ്ലഡ് കൊണ്ടായി. അത് കഴിഞ്ഞ് ഭയങ്കര പേടി. ഞാൻ അന്ന് ആശുപത്രി കിടന്ന് ഇങ്ങനെ വിളിച്ചു, ദൈവമേ, ഇനി ജീവിതത്തിൽ ഒരിക്കലും യേശുവേ എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഹൈന്ദവാണെങ്കിൽ, എൻ്റെ ശരീരത്തിൽ കത്തി വെക്കില്ലേ എന്ന് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. 94 സംഭവമാണ്. 96 വീണ്ടും എൻ്റെ വായിൽ തൊണ്ടയിൽ മുഴ വളർന്നു. ഡോക്ടർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം 1996 ഞാൻ 1996 നവംബർ മാസം 12 മണിക്ക് ഉച്ചയ്ക്ക്, യേശുവേ, എനിക്ക് നീ മതി, ഈ ഭൂമിയിൽ വേറെ ആരും വേണ്ട, യേശുവേ നീ മതി, ഞാൻ നിൻ്റെ സാക്ഷിയായി ഈ ഭൂമിയിൽ എല്ലായിടത്തും സാക്ഷിയായി ജീവിക്കുക. എന്താണ് സാക്ഷി എന്ന് എനിക്കറിയില്ല, സാക്ഷിയാവാമെന്ന് ഞാനങ്ങ് പറയാനിടയായി. എന്നാൽ ഞാൻ അങ്ങനെ 12:30 മണിക്ക് തീരുമാനമെടുത്തു. പാട്ട് പാടി പ്രാർത്ഥിച്ചു. എനിക്ക് ക്രിസ്ത്യൻ പാട്ട് അറിയത്തില്ല, ഹൈന്ദവ പാട്ട് മാത്രമേ അറിയാവൂ. അങ്ങനെ ഇരുന്ന് ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി. പൂർണ്ണമായിട്ട് ഞാൻ യേശുവിനെ അറിഞ്ഞു. എനിക്കൊരു ബൈബിൾ ഒരു ആൻറ്റി തന്നു. അത് വായിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ എൻ്റെ ഒരു പള്ളിയിൽ കടന്നുപോയി. നല്ലൊരു ദേവദാസനാണ്. ആ പള്ളിയിൽ പോയി അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഓപ്പറേഷൻ ചെയ്യൂ സഹോദരി, അതിൽ കൂടി സൗഖ്യം തരുന്നു. പക്ഷെ ഞാൻ നടന്നു പോയപ്പോൾ മാർക്കോസ് സുവിശേഷം 5:25 കൂടി 12 വത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു, പണമെല്ലാം നഷ്ടപ്പെട്ടു, അവൾക്കൊട്ടും സുഖമായില്ലെന്ന് അവിടെ വായിക്കുമ്പോൾ ആ ഭാഗം കാണുന്നു. അവൾക്കൊരു ചിന്ത, യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യമാവുന്നു. അങ്ങനെ അവൾ ഇഴഞ്ഞു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. പെട്ടെന്ന് യേശുവിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. യേശു ചോദിച്ചു, എന്നെ തൊട്ടതാർ? അപ്പം ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അവിടെ എങ്ങനെ ഇരിക്കുന്നു? കർത്താവേ, ഞങ്ങളാണല്ലോ ഗുരു, അങ്ങേ തൊട്ട് നടക്കുക, പിന്നെ എന്തിനാണ്? അല്ലല്ല, എന്നെ തൊട്ടത് മറ്റാരോ. പ്രൈസ്തലോ. അങ്ങനെ ആ സ്ത്രീ ഭയത്തോട്, കർത്താവേ ഞാനാണ്, അവളുടെ ഉള്ള അവസ്ഥകൾ തുറന്നങ്ങ് പറഞ്ഞു. അപ്പം യേശു പറയണം, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ നിൻ്റെ വിശ്വാസം പോലെ നടക്കട്ടെ. ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഞാൻ അതിഭയങ്കരമായി എനിക്ക് ഒമിട്ടാൻ തുടങ്ങി, ഛർദ്ദിക്കാൻ തുടങ്ങി, വേദന കൊണ്ട് സഹിക്കാൻ വയ്യ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വയ്യ. അനേകം മക്കൾ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ രാത്രി സമയത്ത്, അന്ന് എൻ്റെ വീട് ടെറസ് വീടാണെങ്കിലും പഴയൊരു വീടായിരുന്നു, പകുതിയേ ആയിട്ടുള്ളൂ ടെറസ് വീട്. ഞാനിങ്ങനെ ചുവരിൽ തലയിടിച്ച് കരഞ്ഞു, ദൈവമേ, യേശുവേ, എന്നെ ഇതിൽ നിന്ന് വിടിവിക്കണമേ, എനിക്ക് സൗഖ്യം തരണമേ. ഞാൻ നിലവിളിച്ച് കരഞ്ഞ സമയത്ത് എൻ്റെ ഈ മുടിയെല്ലാം അഴിഞ്ഞു. പെട്ടെന്ന് മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരു ബന്ധുക്കോസ്തല പാസ്റ്റർക്ക് സ്വപ്നത്തിൽ അരുളിപ്പാട് ദൈവം കൊടുത്തു. മകനെ, എൻ്റെ മകള് മരണത്തോട് മല്ലൊടിക്കുന്നു, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവെ, ആരാണ് ആ സഹോദരി? അപ്പം എൻ്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹം വീട് കേട്ട് എൻ്റെ വീട്ടിൽ വന്നു, എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു പോയി. അതിലുപരി ആ ദിവസം പ്രാർത്ഥിച്ചെങ്കിലും എൻ്റെ തീരുമാനം, സമർപ്പണം, ഉടമ്പടി ഞാൻ എപ്പോൾ എടുത്തോ അത് സ്വർഗം കണ്ടു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 96 സെപ്റ്റംബർ മാസം 27-ാം തീയതി രാവിലെ പ്രഭാതത്തിൽ 7:10 സമയത്ത് എൻ്റെ തൊണ്ടയിലെ മുഴ ഛർദ്ദിച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. യേശു ജീവിക്കുന്നു. ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. മറ്റൊരുത്തിന് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശ കീഴിൽ വേറൊരു നാമമില്ല എന്ന് ബൈബിൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ആരെയും മതമുണ്ടാക്കുവാനോ ക്രിസ്ത്യാനിയാക്കുവാനോ അല്ല ഈ ക്രിസ്ത്യൻ മക്കൾ നടക്കുന്നത്. പക്ഷേ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ യേശു വാരി പോയതില്ല. അങ്ങനെ എൻ്റെ വീട്ടിലെ ബ്ലഡോടുകൂടി ഈ മാംസകഷ്ണം ഛർദ്ദിച്ചു. ഈ വീഴുന്ന മാംസകഷ്ണത്തെ ഞാൻ നോക്കിയില്ല. ഞാൻ ദാവീദ് രാജാവ് നൃത്തം ചെയ്ത് ഡാൻസ് കളിച്ച പോലെ മിരിയാം പ്രവാചകി പുറപ്പാട് പുസ്തകത്തിൽ ഒരു അധ്യായമുണ്ട്. ചെങ്കൽ കടന്ന് മറുകര എത്തിയപ്പോൾ നൃത്തം ചെയ്ത് ഡാൻസ് കളിച്ചായിട്ട് ഒരു ഭാഗം നമുക്ക് വായിക്കാം, അവിടെ കാണാം. ഇതുപോലെ ഞാൻ ആരാധിച്ചു, പുതിയ ഭാഷയിൽ നിറയാനിടയായി. വീട്ടിൽ വരുന്നു ഞാൻ അന്യഭാഷ നിറയപ്പെട്ടു. ഞാൻ ഇന്ന് കേരളത്തിനകത്ത് മാത്രമല്ല, തിരുവനന്തപുരം തൊട്ട് കേരളത്തിനകത്തും പുറത്തും അനേക രാജ്യങ്ങളിൽ കടന്നു പോയിടയായി. നേപ്പാളി വരെ ദൈവം എത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ആദിവാസികളെ കൂടെ ഞാൻ ഡാൻസ് കളിക്കുന്നു, മയക്ക് പിടിച്ചിരിക്കുന്നു. പലവരും ചിരിച്ചു.
എൻ്റെ ശബ്ദം കേട്ട് എന്നെ ചിരിച്ച് സാറാമ്മച്ചിയെ കണ്ട് കുഞ്ഞുണ്ടാവുന്ന ചിരിച്ചതുപോലെ പലവരും ചിരിച്ചു. ദൈവമക്കൾ എന്ന് പറഞ്ഞവരും ചിരിച്ചു. പക്ഷേ നേപ്പാളിൽ പോയപ്പോൾ ദൈവം എന്നെ കാണിച്ചു, മകളെ നീ പോകുന്ന അടുത്ത രാജ്യമാണെന്ന് കാണിച്ചു. അങ്ങനെ ദൈവം എന്നെ കാണിച്ചു. ഇന്ന് ഞാൻ അനേകം മക്കൾക്കൊരു സാക്ഷിയായിരിക്കുന്നു. അത്രയും അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് അനേകം പാട്ടുകൾ എഴുതാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, അമ്മമാരെ, അപ്പന്മാരെ, സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, യൗവനക്കാരെ, നിങ്ങളുടെ യൗവനപ്രായത്തിൽ യേശുവിനെ മാത്രം നിങ്ങൾ വിളിക്കുവിൻ. നിങ്ങൾക്ക് ദൈവിക സമാനം തരും, മറ്റാരും തരാത്ത സമാനം. അമ്മയോ അച്ഛനോ ഭർത്താവോ മക്കളോ നമുക്ക് സമാനം തരത്തില്ല. ഈ ലോകത്ത് സമാനം തരാൻ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാനം നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്ന പോലെയല്ല. വാതിലുകൾ അടഞ്ഞുപോയ പല സാഹചര്യങ്ങളിലും ഒരു വിടുതൽ ലഭിക്കുവാൻ പ്രാർത്ഥിച്ച നിരവധി സന്ദർഭങ്ങൾ, ഒടുവിൽ ജയത്തോടെ നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഈ അനുഭവങ്ങളെല്ലാം പിൽക്കാലത്ത് ആഴത്തിൽ സ്പർശിക്കുന്ന ഗാനങ്ങളായി മാറി. എന്നെ കരം പിടിച്ചു നടത്തുന്ന ദൈവം, എന്നെ മാറോടു ചേത്തണയ്ക്കും ദൈവം, കൈവിടിൽ നിന്നെ ഒരു നാളും, ആരും മറന്നാലും എന്നെ മറക്കാത്ത ദൈവം എന്നും എൻ്റെ കൂടെ. എന്നെ കരം പിടിച്ചു നടത്തുന്ന ദൈവം, എന്നെ മാറോടു ചേത്തണയ്ക്കും ദൈവം, കൈവിടിൽ നിന്നെ ഒരു നാളും. ഈ പാട്ട് എഴുതുവാനിടയായത് ഞാൻ ക്ഷേത്രത്തിൽ പറഞ്ഞല്ലോ പാടിക്കൊണ്ടിരുന്നപ്പോൾ, അപ്പോൾ എൻ്റെ സ്വരം നഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഭാരമായി. അങ്ങനെ ഞാൻ ദൂരദർശന വലിയൊരു ഓഫീസറാണ്, ഫിലിപ്പ് സാറാണ് പേര്, നമ്മളെ തിരുവല്ലത്തുള്ള ഫിലിപ്പ് സാർ. ചിലപ്പോൾ അദ്ദേഹം എന്നെ ഇതിൽ കൂടി കാണുമായിരിക്കും. അദ്ദേഹം ഒത്തിരി പ്രോത്സാഹനം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 12 വർഷമായി 12 ഏക്കർ വസ്തു എന്തോ ഉണ്ട്. അത് ഒരു കേസിലൊക്കെ കിടക്കായിരുന്നു. ഞാൻ ബസ് വെച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ട് പരിചയപ്പെട്ടു. എന്നെ വീട്ടിൽ വിളിച്ചു, ഈ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തു. അപ്പം ദൈവം എനിക്ക് അവിടെ എന്നെ ഭയപ്പെടുത്തി. ഞാൻ ഫാസ്റ്റിംഗ് സമയത്ത് ഇവിടുന്ന് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. ഒത്തിരി അത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഭയപ്പെട്ടപ്പോൾ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു പേന എടുക്കുവാൻ. സാറിൻ്റെ ഭാര്യ എടുത്ത് ഞാൻ പേനയും ഡയറി എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് പാട്ട് തന്നു എനിക്കൊരു പാട്ട് എഴുതാൻ. ആദ്യമായിട്ട് ഞാൻ എഴുതിയ പാട്ട്. അങ്ങനെ എന്നെ കാണുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം അങ്ങനെ എഴുതാനിടയെ. അപ്പോൾ ഈ പാട്ട്, അനേകം പാട്ടുകൾ എന്നെ എഴുതുവാൻ ദൈവം ഇന്ന് 22ഓളം പാട്ടുകൾ ദൈവം എന്നെ എഴുതിപ്പിച്ചു. PG വർക്കീസ് അങ്കിൾ പറഞ്ഞു എൻ്റെ പാട്ട് പുറത്തെടുക്കും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വർഷം കുറേ ആയി, പക്ഷെ ഞാനിങ്ങനെ കാത്തിരിക്കുന്നു എൻ്റെ പാട്ട് പറയും. എനിക്ക് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേകം മക്കൾ ആശ്വാസം ഏകുവാൻ എനിക്ക് ആ പാട്ട്, ഞാൻ എഴുതിയ പാട്ടുകൾ പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം തീർച്ചയായിട്ടും, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാണോ, എനിക്ക് കഴിയാത്ത വല്ലതുണ്ടോ എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ പാട്ടിൽ കൂടി ദൈവം അനേകം മക്കൾക്ക്, ഞാൻ പ്രേരണ പോകുന്നിടത്തും ഞാൻ പ്രസംഗിക്കാൻ പോകുന്നിടത്തൊക്കെ ഞാൻ പാട്ടുകളെല്ലാ മക്കൾക്കും പാടും. പക്ഷേ ഇന്നുവരെ പാട്ടുകളും പുറത്ത് കൊടുത്തിട്ടില്ല, പുറത്ത് ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് എൻ്റെ അനുഭവങ്ങൾ. ഒത്തിരി അനുഭവങ്ങൾ പാടും. അനേകം മക്കൾക്ക് ആശ്വാസം കൊടുക്കുവാൻ ഞാൻ ഒത്തിരി, എത്രയോ ജന്മം ജനിച്ചാൽ കിട്ടാത്തതായ ഒരു സൗഭാഗ്യം എനിക്ക് യേശുവിൽ കൂടി കിട്ടി. അനേകം മക്കളുടെ മുറിവുകളെ ഉണക്കുവാൻ, അനേകം മക്കളെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ എൻ്റെ കണ്ണുനീരിൽ കൂടി ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടു. ഞാൻ എത്രമാത്രം തകർന്ന് ഉടഞ്ഞ് ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കും. കണ്ടാൽ എനിക്കൊരു ദുഃഖം. എനിക്ക് ആരുടെയും മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ നിന്ന് കരയാനോ എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാൻ ഇഷ്ടമില്ല. ബൈബിളിൽ പറയുന്നു, മനുഷ്യനിൽ നീ ആശ്രയിക്കല്, യഹോവയിൽ ആശ്രയിക്കുക, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ദുഃഖങ്ങൾ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അവർ ചിരിക്കും. നമ്മൾ ആരോടും പറയല്, കഴിയുന്നെങ്കിൽ ഏത് സമയത്ത് വന്ന് പാർക്കുവാൻ. 71 സങ്കീർത്തനം ദാവീദ് പറയുന്നു, ഞാൻ 7 സമയത്ത് വന്ന് പാർക്കുവാൻ വേണ്ടി നീ ഉറപ്പുള്ള പാറയല്ലേ. നമ്മുടെ ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിന് മുമ്പിൽ നല്ല വാതിലാണ്. ഞാനാണ് വഴി, വാതിൽ, സത്യം, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവായ ദൈവത്തിൽ എത്തൂല എന്ന് യേശു കർത്താവ് പറയുന്നത്. അപ്പം ആ വാതിലായ ക്രിസ്തുവിൽ കൂടി നമ്മൾ ഓരോരുത്തരും വന്നാൽ പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് എത്തുന്നവരെ നമ്മെ ദൈവം കാക്കും. യോഹന്നാൻ സുവിശേഷം 25 വായിക്കുമ്പം, പിതാവേ ലോകത്തൊന്നും ഇവരെ എടുക്കണമെന്നല്ല ഞാൻ ഇച്ഛിക്കുന്നത്, ദുഷ്ടൻ്റെ കയ്യിൽ ഇവരെ അകപ്പെടാതെ വേണം ഇവരെ കാത്തുകൊള്ളണമേ എന്ന് ഈ നിമിഷം വരെ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് മധ്യസ്ഥ വയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് വന്ന് അവരെ ഓട്ടിച്ച് വിടല്ലേ. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഓട്ടിക്കല്ലേ. കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കണം അവർക്ക്. അവർ നിങ്ങളെ വീട്ടിൽ ദൈവം അയച്ചിട്ടാണ് വരുന്നത്. പിതാവ് ആകർഷിക്കാതെ ആർക്കും കടന്നു വരാൻ കഴിയത്തില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അനേകം മക്കളുടെ പ്രാർത്ഥന നമുക്കൊരു കോട്ടയായിരിക്കും. നമുക്കറിയാം കർത്താവ് യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തു. ലോകത്ത് കാണുന്ന ഭയങ്കരമായ ക്രൂരതകൾ പെരുകിയപ്പോൾ നമുക്ക് ഒന്നറിയാം, യേശുവിൻ്റെ വരവെത്തി. ഒരു ദൈവ മക്കള് വിശ്വാസി എന്ന നിലയ്ക്ക് എന്ത് വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട.
എന്തൊക്കെ വന്നാലും സുനാമി വരട്ടെ, യുദ്ധങ്ങൾ വരട്ടെ, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ദൈവം പറഞ്ഞ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ഈ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നമ്മളെ വീട്ടിലിരുന്ന് മുട്ടുകുത്തി കഴിയുന്നവളെ ഒരു കാലൊക്കെ വേദന ഉണ്ടെങ്കിൽ പോലും മുട്ടുകുത്തിയാൽ അതിന് മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. കണ്ണുനീര് കണ്ട് മറികടന്നു കൊടുക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. കരച്ചിന് മുമ്പിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരൊറ്റ ദൈവമുള്ളൂ, എൻ്റെ യേശു കർത്താവ്. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് അനാഥകളെ, വിധവകളെ സ്നേഹിക്കുന്ന ദൈവം, ആരോരുമില്ലാത്തവരെ പരിപാലിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. മറ്റുള്ളവരാൽ തള്ളപ്പെട്ട് തിരസ്കരിക്കുന്നവരെ മാറോട് അണയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം കർത്താവ് യേശു. അത് അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ വിധവയായി. എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ചു. എല്ലാവരും എനിക്ക് കാശുകൾ തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ 2 അലമാര നിറച്ച് എനിക്ക് സാരികൾ, ഉടുക്കാൻ ആളില്ല, വേണ്ട, ഇഷ്ടം പോലെ ഡ്രസ്സ്. ഞാൻ ഒരു പേന പോലും കാശ് കൊടുത്ത് വാങ്ങിക്കാറില്ല. ഒരു ബാഗ് പോലെ എല്ലാം എനിക്ക് ഓരോ മക്കൾ തരും. വിദേശത്തുനിന്നും അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നൊക്കെ എനിക്ക് ഓരോരുത്തർ, ജർമ്മനിയിൽ നിന്ന് വരെ എനിക്ക് ഓരോ മക്കളെ പൗഡറാവട്ടെ, സോപ്പാവട്ടെ എനിക്ക് കിട്ടുന്ന മറ്റുള്ളവർക്കും. ഇതിൻ്റെ രഹസ്യം എന്തെന്ന് പറഞ്ഞാൽ, 100 രൂപ കിട്ടിയാൽ 10 രൂപ ദൈവത്തിന് കൊടുക്കും. 10 രൂപ ദശാംശം 10 രൂപ വിത്തായി നാം മറ്റുള്ളവർക്ക് കൊടുക്കണം. വിശക്കുന്നവർക്ക് നമ്മൾ ആഹാരം കൊടുക്കണം. റോട്ടെ പോണവർ, നമ്മെപ്പോലുള്ളവർ, ഒരു മദ്യപാനാണെങ്കിൽ പോലും അയ്യോ അവൻ മദ്യപാനാണ്, പുകവലി കൊടുക്കാതിരിക്കൽ പ്രിയപ്പെട്ടവരെ. അവർ നമ്മൾ വിധിക്കുവാൻ, മറ്റുള്ളവരെ നമ്മൾ വിധിക്കരുത്. നാളെ നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾ എങ്ങനെയാവും നമുക്ക് അറിയത്തില്ല. ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഒരു ക്രിസ്ത്യാനി മക്കളെയോ ഹിന്ദുക്കളെയോ, ഹിന്ദുക്കളെല്ലാം നമ്മളെ മക്കളെ, മുസ്ലിങ്ങളെ ഒന്നും പറയലേ, ഹിന്ദുക്കളെ പറയലേ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളെ. എത്ര പ്രിയപ്പെട്ടവരെ, യേശു പറഞ്ഞു, നിന്റെ ശത്രുവിന് വിശന്ന് നീ ആഹാരം കൊടുക്കുക. ശത്രുക്കളെ നമ്മെപ്പോലെ സ്നേഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അത് കഴിയുന്നില്ല. കാരണം ജഡത്തിലാണ് നമ്മൾ നമ്മുടെ ജഡം പറയും മിണ്ടണ്ട. നമുക്ക് വൈരാഗ്യവും വിദ്വേഷവും, ഈ വൈരാഗ്യ വിദ്വേഷം എങ്ങനെ വരുന്നു? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ പാവത്തെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എനിക്ക് എൻ്റെ വീട് പൂർത്തിയായിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് 3 നില വീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് 3 നില വീട് ഇല്ല, ഒറ്റ നിലയാണ്. ഏത് നിമിഷം ആ വീട് ഇടിഞ്ഞു വീഴും, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കുന്നു. അങ്ങനെ അത് പുറന്നൊക്കെ ഇരിക്കുന്നൊരവസ്ഥ. പക്ഷേ ഞാൻ വീടിനെ നോക്കുന്നില്ല. നല്ല പൊളിയാത്തൊരു വീട് യേശു കർത്താവ് നമുക്ക് ഒരുക്കാൻ പോയിരിക്കുന്നു. ആ നിത്യമായ ഭവനത്തിൽ ഒരു വീട് ഒരുക്കാൻ പോയി. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശു പറഞ്ഞു, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കേ, അതോടൊപ്പം ഇതെല്ലാം തരാമെന്ന്. ദൈവം എല്ലാം തരുന്ന പ്രിയപ്പെട്ടവരെ. ഒരു ദാരിദ്ര്യമില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ചോദിച്ചാൽ അടുത്ത നിമിഷം വരും. നമ്മളൊന്നും ദാരിദ്ര്യവും ദുഃഖവും പറയണ്ട, അത് പെറുപിറുക്കണ്ട. ദൈവത്തിന് ഇഷ്ടമില്ല. എന്ത് ആഗ്രഹിച്ചോ തൻ്റെ 37 സങ്കീർത്തനം പറഞ്ഞു, യഹോവയിൽ തന്നെ നീ രസിച്ചുകൊള്ളുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ തരാം. സർവശക്തനായ ദൈവത്തിൽ തന്നെ രസിക്കണം. മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. യോശുവോട് കൂടെ ഇരുന്ന പോലെ നിന്നോടുകൂടെ ഇരിക്കും. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കേ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നിര നിൽക്കത്തില്ല എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഇന്ന് ജീവിക്കുന്നു. ഇങ്ങനെ ആര് നമുക്ക് വാഗ്ദത്തം തരും പ്രിയപ്പെട്ടവരെ? ഞാൻ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിലും ബൈബിൾ ശരിക്കും വായിക്കും. കണ്ണിന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്, ഒരു കഴപ്പുണ്ട്, എങ്കിലും ബൈബിൾ വായിച്ചില്ലെങ്കിൽ എൻ്റെ ആഹാരം അതാണ്. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് ഞാൻ വേദപുസ്തകം തുറന്ന് വായിച്ച് എൻ്റെ ആഹാരം അതാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ചായ പോലും കുടിക്കത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. ഇതെൻ്റെ ചിട്ടയായി ഞാൻ നടന്നു വരുന്നതാണ്. വഴിയിലും ഞാനിരുന്നു ബൈബിൾ വായിക്കും, ബസ് കിട്ടിയില്ലെങ്കിലും വായിക്കും. പലരും ചിരിക്കും, എനിക്ക് വട്ടാണെന്നൊക്കെ പറയും. പക്ഷേ ആരെന്ത് പറഞ്ഞാലും ബസ്സിൽ കയറിയാലും ഞാൻ പാട്ട് പാടും. അങ്ങനെ എല്ലാ ഡ്രൈവർമാരും കണ്ടക്ടർമാർക്കെല്ലാം എന്നെ അറിയാം, ചേച്ചി ഇന്നെവിടെ പ്രാർത്ഥന. പക്ഷെ നമ്മൾ അവരെ സ്നേഹം കൊണ്ട് കീഴടക്കണം. എൻ്റെ സഹോദരൻ ഭയങ്കരമായി മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി വേദനയൊക്കെ തന്നൊരു സഹോദരനാണ്. ആ സഹോദരൻ മദ്യപിച്ചു എന്നിപ്പം ഡോക്ടർമാർ പറഞ്ഞു മദ്യപിക്കില്ലേ എന്ന് പറഞ്ഞു. പേര് രാധാകൃഷ്ണൻ. പക്ഷെ ഒരു പ്രാവശ്യം മദ്യപിച്ചു. ഞങ്ങളെ വീട്ടിൻ്റെ ടെറസിൻ്റെ ഉയരെയായിരുന്നു കിടക്കുന്നത്. അങ്ങനെ ബോധാവസ്ഥയിലായി. പെട്ടെന്ന് അവൻ്റെ കണ്ണെല്ലാം മുകളിലോട്ട് പോയി. ഞാനും അമ്മയും കൂടെ പഠിക്കട്ടെ, അമ്മയ്ക്കും കയറി മുകളിൽ പോയപ്പോൾ ഞങ്ങൾ പതുക്കെ അവനെ വലിച്ചു വീഴ്ത്തി താഴത്തെ നിലയിൽ കൊണ്ടുവന്നിട്ട് അമ്മ ഞാൻ മരിച്ചു പോകും, എൻ്റെ ഭാര്യ ഇപ്പോൾ കാണാം, ഭാര്യയായിട്ട് പിണക്കത്തിലാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, അമ്മ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ കണ്ണ് മുകളിലോട്ട് പോയി. കണ്ണൊക്കെ ഉരുട്ടി എന്നെ അമ്മയെ നോക്കിയിട്ട് അവൻ്റെ ഭാര്യയെ കാണണമെന്ന് പറഞ്ഞു. അർദ്ധരാത്രി 12 മണിക്കാണ് പ്രിയപ്പെട്ടവരെ. ഞാനും അമ്മയും കൈ കോർത്ത്, ഞാനും അമ്മയും മുട്ടുകുത്തി
കരഞ്ഞു, ദൈവമേ എൻ്റെ സഹോദരനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ആയുസ് എടുക്കല്ലേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയും പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, അമ്മ 2ാം ക്ലാസ്സേ ഉള്ളൂ പണ്ടത്തെ. അമ്മയും ഞാനിവിടെ കൈകോർത്തി പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരം ഒന്ന് വേർത്തു, അവൻ്റെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ! എൻ്റെ യേശു ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലാസറിനെ ഉയർത്തിയതുപോലെ എൻ്റെ സഹോദരനെ ആ മരണത്തിന് വിടുവിച്ചു. അത് പോയിട്ട് പിന്നെ അവനൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി, മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടു, 17 കൊണ്ടിട്ടു. രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. വണ്ടി ഇടിച്ചിട്ട് അവരെ വണ്ടി കയറിപ്പോയി. അവൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം വന്നു. ഞാനും അമ്മയും കൂടെ അവിടെ ഇരുന്നു. എല്ലാ മക്കളെയും മരിച്ചു കൊണ്ടുപോയപ്പോൾ എൻ്റെ സഹോദരൻ നല്ല ഇതായിട്ട് കിടക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ സഹോദരൻ ആയുസ്സിന് ദോഷം വരില്ലെന്ന്. എൻ്റെ സഹോദരൻ അവിടെ ആ ബെഡിൽ അമ്മ കണ്ടിട്ട്, എൻ്റെ അമ്മ മെഡിക്കൽ കോളേജ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എൻ്റെ അമ്മ കാലിന് കുറച്ച് പ്രശ്നമുണ്ട്. എൻ്റെ അമ്മ ഓരോ റൂമിൽ കയറി ഇറങ്ങി യേശുവിനെ കുറിച്ച് സാക്ഷി പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, ട്രാറ്റുകൾ കൊടുത്തു. അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ കൊടുത്ത ട്രാറ്റും കൊണ്ട് യേശു ജീവിക്കുന്നു, സഹോദര മോളെ നിന്നെ രക്ഷിക്കുന്നു, രോഗികളെടുത്ത് പോരടയായി. അതേസമയം ഒരു 4 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ സഹോദരൻ അവിടെ നിന്ന് മാറ്റി താഴത്തെ നിലയിലേക്ക് കൊണ്ടുവന്നു. ഇന്നും അവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! അവൻ്റെ ഒരു മോൻ ഒരു അച്ഛനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മോന് ബാങ്കിൽ ജോലി. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുള്ള ആ വചനം ഏറ്റവും വലിയ ഒരു പ്രാധാന്യമായാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കഴിയാത്ത ഈ ഭൂമിയിൽ ഒന്നുമില്ല. ചില പ്രാർത്ഥനകൾ പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും, ചിലത് വൈകും. അത് എന്തെന്ന് ചോദിക്കേണ്ട. ദൈവത്തെ കാത്തിരിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കമില്ല. കാത്തിരിക്കണം. നമ്മൾ കാത്തിരിക്കാതെ വേണം. നമ്മൾ സാറാമ്മച്ചിക്ക് കാത്തിരിക്കാൻ പറ്റിയില്ല. ഇടയിൽ കൂടി ഒരു വ്യക്തിയെ കൊണ്ടുകൊടുത്തു. നമുക്കറിയാലോ അങ്ങോട്ടുള്ള കഥകളെല്ലാം. ഹല്ലേലൂയ! അബ്രഹാം വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. അബ്രഹാമിന് ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് ദൈവം അബ്രഹാമിൻ്റെ പേരെടുത്ത് പറയാനിടയാ. അപ്പോൾ അതുപോലെ നമുക്ക് ഏതെങ്കിലും പ്രവാചകന്മാർ കൂടിയോ ബൈബിൾ വായിക്കുമ്പോഴോ ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന വചനം പോലെ വാസന്തിയുടെ വിശ്വാസത്തിന് ഇന്നും ഊർജം കൂടുകയാണ്, കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുവാൻ.